മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റണമെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യണം. അത് പരസ്യങ്ങൾക്ക് വേണ്ടിയോ മറ്റെന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയായാലും ശരി. അത്തരത്തിൽ വ്യത്യസ്തമായ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ ചെയ്ത കുറച്ച് വീഡിയോകളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബാർ ഹാങ്ങിങ് ചലഞ്ച്. 2 മിനിറ്റ് സമയം വളരെ പെട്ടെന്ന് പോകുമല്ലേ? എന്നാൽ ഈ ചലഞ്ചിൽ ഓരോ സെക്കൻഡും വളരെ ദൈർഘ്യമേറിയതായി നമുക്ക് തോന്നാം. ഈ ബാറിൽ 100 സെക്കൻഡ് 2 കൈയിൽ തൂങ്ങി നിൽക്കുക എന്നതാണ് ചലഞ്ച്. ഇതിൽ വിജയിക്കുന്നവർക്ക് $100 ലഭിക്കുന്നതാണ്. എന്നാൽ ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ബാർ പതിയെ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല ഇത് പൂർത്തിയാക്കാൻ. നിരവധി മനുഷ്യരാണ് ദിവസേന ഈ ചലഞ്ച് ട്രൈ ചെയ്യാനായി എത്തുന്നത്. ഇവരിൽ ചുരുക്കം ചിലർ മാത്രമേ വിജയിക്കാറുള്ളൂ. സർവൈവൽ ബിൽബോർഡ്. സാധാരണ ബിൽബോർഡുകൾ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കാറില്ല. എന്നാൽ അത് ജീവിക്കുന്ന മനുഷ്യരെ വെച്ചാണെങ്കിലോ? അത്തരത്തിൽ 2015 എക്സ്ബോക്സ് നടത്തിയ ഒരു ക്യാമ്പയിനാണിത്. 8 മനുഷ്യരെ വെച്ച് 24 മണിക്കൂർ ബിൽബോർഡിൽ നിർത്തി അവരുടെ ഗെയിം പ്രൊമോട്ട് ചെയ്തു. അവസാനം വരെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു അടിപൊളി ട്രിപ്പാണ് സമ്മാനമായി ലഭിക്കുക. പലതരത്തിലുള്ള വെല്ലുവിളികളെ നേരിട്ട് വേണം അവിടെ നിൽക്കാൻ. അങ്ങനെ ഇതൊരു വലിയ വിജയമാവുകയും 17 അവാർഡുകളും ലഭിച്ചു. 20 മണിക്കൂർ പിടിച്ചു നിന്ന ഈ വ്യക്തിയാണ് അവസാനം വിജയിയായത്. ഫ്രീ സ്മാർട്ട് ഫോൺ. ചില പ്രൊമോഷൻ ക്യാമ്പയിനുകൾ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവസാനമായിരിക്കും മനസ്സിലാവുക. അത്തരത്തിൽ 2015 സാംസങ് തങ്ങളുടെ പുതിയ ക്വിക്ക് ചാർജിംഗ് ഫീച്ചർ പ്രൊമോട്ട് ചെയ്യാനായി വ്യത്യസ്ത ഇടങ്ങളിൽ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. ഈ കോൺടെസ്റ്റിൽ അവർ പൊതു ഇടങ്ങളിൽ ചെന്ന് ആളുകളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അനങ്ങാതെ വെയിറ്റ് ചെയ്ത് 20 മിനിറ്റോളം വരെ പിടിച്ചു നിന്ന് ആദ്യം ഒരാൾ ക്വിറ്റ് ചെയ്തു. എന്നാൽ അതിശയം എന്തെന്നാൽ അങ്ങനെ വെയിറ്റ് ചെയ്യാതെ ക്വിറ്റ് ചെയ്ത ആളാണ് വിജയി. അവർക്ക് ഒരു പുതിയ സ്മാർട്ട് ഫോണും ലഭിച്ചു. ഇനി ചാർജ് ചെയ്യാൻ അധികം വെയിറ്റ് ചെയ്യേണ്ട എന്നാണ് ഇതിലൂടെ സാംസങ് പരസ്യം ചെയ്യാൻ ശ്രമിച്ചത്. എലവേറ്റർ പ്രാങ്ക്. LG ബ്രാൻഡിന് എങ്ങനെയാണ് പരസ്യം ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കേണ്ടതെന്ന് നന്നായി അറിയാം. 2012 അവരുടെ മോണിറ്ററുകൾ പ്രൊമോട്ട് ചെയ്യാനായി ഒരു വ്യത്യസ്തമായ മാർഗം സ്വീകരിച്ചു. ലിഫ്റ്റിനുള്ളിലെ ഫ്ലോറിൽ മുഴുവൻ അവർ തങ്ങളുടെ പുതിയ മോണിറ്ററുകൾ ഫിക്സ് ചെയ്തു. തുടക്കത്തിൽ സ്ക്രീനുകൾ സാധാരണമായി തോന്നുമെങ്കിലും പിന്നീട് ലിഫ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് പൊളിഞ്ഞു വീഴുന്ന തരത്തിലുള്ള ഒരു വീഡിയോ സെറ്റ് ചെയ്തിരുന്നു. ഇത് കണ്ട് ആളുകൾ പേടിച്ചു പോകുന്ന വീഡിയോകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ സൗണ്ടും ലൈറ്റ് വന്നു പോകുകൂടി ചെയ്തപ്പോൾ അത് കൂടുതൽ റിയലിസ്റ്റിക് ആയി. മാത്രമല്ല 50 മില്യണിൽ കൂടുതൽ കാഴ്ചക്കാരും ഈ പ്രാങ്ക് വീഡിയോക്ക് ലഭിച്ചു. അങ്ങനെ വ്യത്യസ്തമായ ഈ ക്യാമ്പയിൻ ഒരു വലിയ വിജയമായി മാറി. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് വീഡിയോ ആണ് കൂടുതൽ ഇഷ്ടമായതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.